തിരുവനന്തപുരം ഉള്ളൂരിൽ വൃദ്ധയുടെ വായിൽ തുണി തിരുകി മോഷണം നടത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ. ആക്കുളം സ്വദേശി മധുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. വൃദ്ധയുടെ സ്വർണ്ണമാലയും മോതിരവും കവർന്നിരുന്നു. ഹെൽമറ്റ് ധരിച്ചെത്തിയ ശേഷമായിരുന്നു മോഷണം. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, എന്താണ് സംഭവം? പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തെല്ലാം? നിലിമ, ഇന്നലെ ഉച്ച ഒരു 2:30 കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം തിരുവനന്തപുരം ഉള്ളൂരാണ് നടന്നിരിക്കുന്നത്. വൃദ്ധയായ യുവതി ഉഷകുമാരി എന്നാണ് അവരുടെ പേര്. ആ സ്ത്രീയെ കെട്ടിയിട്ട് മോഷണം നടത്തി എന്നുള്ളതാണ് കേസ്. തൊട്ടടുത്ത അവർ താമസിക്കുന്നതിന് തൊട്ട് താഴെയായുള്ള ബേക്കറി ഷോപ്പിലെ ജീവനക്കാരനായ മധുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്തു. ഇയാൾ ഈ സ്ത്രീയെ ദേഹോപദ്രവം ചെയ്യുകയും അതുപോലെ തന്നെ ഇവരുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയും മോതിരവും മോഷണം നടത്തി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ മധു എന്ന് പറയുന്നത് ഈ ബേക്കറിയിൽ ഉള്ളൊരു ജീവനക്കാരനാണ്. ഇയാൾ ഈ ഒരു പ്രദേശത്ത് തന്നെ ഉള്ളൊരു വ്യക്തിയാണ്. ആ ഒരു ഷോപ്പിലെ ഓണർ ഇപ്പോൾ നമ്മോടൊപ്പം പ്രതികരിക്കുന്നുണ്ട്. ചേട്ടാ, എന്താണ് ഇയാൾ ഇവിടത്തുകാരനല്ലേ, ഈ ഒരു മധു എന്ന് പറയുന്ന ആൾ? ഈ നാട്ടുകാരൻ തന്നെയാണ്. ഇവിടെ നിന്നൊരു 10-20 മീറ്റർ മാറിയാണ് വീട്. ഇവിടെ ഒരു 6-7 മാസമായിട്ട് സ്റ്റാഫായിട്ട് വന്നതാണ്. ഇവിടുത്തെ ലോക്കൽ ഇതാണ്. പക്ഷേ ഇത്രയും നാളായിട്ട് ഇവിടെ ഇങ്ങനത്തെ ആരുമായിട്ടൊരു ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് കേട്ടപ്പോൾ ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. ഇയാളാണെന്ന് ഇവിടെ ആർക്കും അങ്ങനെ പറഞ്ഞിട്ടും അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. മദ്യപിക്കുന്ന ഒരാളാണോ ഇയാൾ? അല്ല, വെള്ളം അടിക്കുന്ന ഒരാളാണ്. പിന്നെ ഷോപ്പിൻ്റെ ടൈമിലില്ല, രാത്രി ഇതൊക്കെ സ്ഥിരം ഉള്ളതാണ്. മുൻപ് ഇതുപോലുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് അറിവിലോ ഉണ്ടോ? ഇല്ല, ഇങ്ങനത്തെ ഒരു ഇഷ്യൂവും വന്നിട്ടില്ല. ഇവിടുത്തെ ഷോപ്പ് ഓണറിൻ്റെ ബന്ധുവാണ്, ബിൽഡിംഗ് ഓണറിൻ്റെ ബന്ധുവാണ്. അയാളും പറഞ്ഞു മോശമായ ഒരു അഭിപ്രായം ഇയാളെക്കുറിച്ച് ഇവിടെ നിന്ന് കേട്ടിട്ടില്ല. അല്ലാതെ വേറെ വലിയ ഇതൊന്നും കേട്ടിട്ടില്ല. 2 ദിവസം ഷോപ്പ് ക്ലോസ്ഡ് ആയിരുന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇയാൾ, അപ്പോൾ ജീവനക്കാരൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ ഷോപ്പ് ക്ലോസ് ചെയ്തിരിക്കുക? അതെന്ന് പറയുമ്പോൾ ഇത് സാറ്റർഡേ സൺഡേ ചില ദിവസങ്ങളിൽ തുറക്കാറില്ല. സൺഡേ തുറക്കാറില്ല. ഈ സാറ്റർഡേ കുറച്ച് തിരക്കായതുകൊണ്ട് തുറന്നില്ല. ഈ മൺഡേ ഓപ്പൺ ചെയ്യാനായിട്ട് എല്ലാം കൂടി നിന്ന് സാധനങ്ങളുടെയൊക്കെ ഓർഡർ കൊടുത്തപ്പോൾ രാത്രിയായപ്പോൾ ഇയാൾ വിളിച്ചു പറഞ്ഞു ഇയാളുടെ ഒരു അടുത്ത ബന്ധു മരിച്ചു, അപ്പോൾ അടുത്ത ദിവസം വരാൻ പറ്റത്തില്ല. പിന്നെ ഇതൊരു ബേക്കറി ടീ ഇതൊക്കെ ആകുമ്പോൾ സ്റ്റാഫ് ഇടാനില്ലെങ്കിൽ പിന്നെ കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഓക്കെ അടുത്ത ദിവസം മതിയെന്ന് പറഞ്ഞു. പിന്നെ പക്ഷേ ബന്ധു മരിച്ചതും എല്ലാമൊക്കെ ശരിയാണ്, ബാക്കിയുള്ള ഇതെന്തെന്ന് അറിയത്തില്ല. നീലിമ, ഈ ബേക്കറിയുടെ തൊട്ട് മുകളിലായാണ് ഈ ഒരു സ്ത്രീ താമസിച്ചുകൊണ്ടിരുന്നത്. അവർ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇപ്പോൾ അവരവിടെ ഇല്ല, അവരുടെ മകളുടെ വീട്ടിലേക്ക് പോയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് തൊട്ടടുത്ത് ചേട്ടാ, ഈ ഒരു ചേട്ടൻ, ഈ മധു എന്ന് പറയുന്ന വ്യക്തി ചേട്ടൻ ഇവിടെ കട നടത്തുന്നതല്ലേ? അപ്പോൾ അന്നത്തെ ദിവസം അദ്ദേഹത്തെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നോ? ഉച്ചയ്ക്ക് ഒരു 2:30 മണിക്ക് ഞാൻ വന്നത്. എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴത്തേക്ക് കാറും കൊണ്ട് വിട്ടപ്പോഴത്തേക്ക് പുള്ളിക്കാർ അവിടെ ഓപ്പോസിറ്റ് ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ നോക്കി ചിരിച്ചിട്ട് ഞാൻ കയറി കട തുറന്ന് അകത്ത് കയറി ഇരുന്നപ്പോഴത്തേക്ക് പുള്ളി ഇറങ്ങി നടന്നങ്ങ് പോയി. പിന്നെ എന്താണെന്ന് അറിഞ്ഞില്ല. പിന്നെ ഇദ്ദേഹം ഈ നാട്ടുകാരനാണ്. അപ്പം മുൻപ് സമാനമായ രീതിയിൽ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഇയാളെക്കുറിച്ച് അറിയാം? ഇല്ല, ഞാൻ ഇവിടെ വന്നിട്ട് 1 വർഷത്തിൽ കൂടുതലായി. പക്ഷേ പുള്ളിയെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് കംപ്ലൈൻറ്റുകളൊന്നുമില്ല. കാരണം ലോക്കൽസ് എല്ലാം നല്ല കമ്പനികളാണ്, അവരുടെ കൂടുതൽ കമ്പനിയാണ്. കൂടുതലും ഈ ബേക്കറി കട തുറന്നിരിക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ കൂട്ടുകാരെല്ലാം വന്നിരുന്ന് കളിച്ച് ചിരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരിതാണ്. അല്ലാതെ വേറെ ഇതായിട്ടില്ല. അതുപോലെ മെഡിക്കൽ കോളേജ് സ്റ്റാഫായിരുന്നു, പുള്ളി അടുത്ത് റിട്ടയർഡായി. അങ്ങനെയൊക്കെ പൈസയും കാര്യങ്ങളുള്ള ടീമാണ്. പ്രത്യേകിച്ച് ഈ ക്ലെയിം ചെയ്യേണ്ട ആവശ്യമായിട്ട് പുള്ളിക്ക് ഒരു ആവശ്യം വരുന്നില്ല. തൊട്ടപ്പുറത്ത് വലിയ വീടുണ്ട്. ഒരു മോള് ഇവിടെ ഒരു മോൾ ഗൾഫിലാണ്. പിന്നെ ഇവിടെ പോസ്റ്റ് ഓഫീസിൽ ഒരു മോൻ പോസ്റ്റ് ഓഫീസിൽ ജോലിയുണ്ട്. അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടായി തോന്നില്ല. പിന്നെ പുള്ളി കുറച്ച് വെള്ളം അടിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് കമ്പനി വരുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ വെള്ളം അടിച്ച് ചിലപ്പോൾ രാവിലെ 11 വരെ അടിക്കും. പക്ഷേ പാവപ്പെട്ട പുള്ളിക്കാരെ അറിയുന്നില്ല അത് അടിക്കുന്ന കാര്യം. നമുക്ക് അറിയാൻ പറ്റുമോ? അത് ആ ഒരു ഇതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ വെള്ളത്തിൻ്റെ പുറത്ത് ചെയ്ത് ആവാം എന്നുള്ള ഒരിതാണ് നമുക്ക് തോന്നണത്. നീലിമ, സാമ്പത്തികമായി യാതൊരു ബുദ്ധിമുട്ടും ഈ ഒരു വ്യക്തിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാൾ മുൻപ് സമാനമായ ഒരു കേസുകളും ഇയാളുടെ പുറകിലില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കിവിടെ സാധാരണ ജനങ്ങളോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇയാൾ മുൻപ് സമാന രീതിയിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അന്നത്തെ ദിവസം രാവിലെ ഈ വ്യക്തി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ശേഷമാണ് ഇവിടെ നിന്ന് പോയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേട്ടാ, അന്നത്തെ ദിവസം രാവിലെ മധു എന്ന് പറയുന്ന ആൾ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? രാവിലെ ഉണ്ടായിരുന്നു. രാവിലെ 8 മണിക്ക് ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് മരണത്തിന് പോയത്. മരണത്തിന് പോയിട്ട് ഒരു 12 മണിക്കാണ് ഇവിടെ വന്നത്. 12 മണിക്ക് വന്നിട്ട് ഒരു 1:45 മണി വരെ ഇവിടെ തന്നെ ഇരുന്ന് ശകലം മദ്യപിച്ചിരുന്നു.
അതിനുശേഷമാണ് ഇത് നടന്നതെന്നാണ് 2 മണിക്കാണ് നടന്നതെന്ന് പറയുന്നത്. അവൾക്ക് അതറിയില്ല നമുക്ക്. പിന്നീട് ഇവിടെ 5 മണിക്ക് ശേഷം പോലീസ് വന്നപ്പോഴാണ് നമ്മളിവിടെ തന്നെ ഉണ്ടായിരുന്നു. സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരാളാണോ ഈ സ്ഥിരം വൈകുന്നേരം സ്ഥിരം മദ്യപിക്കും. ഈ സ്ത്രീ ഉഷാകുമാരി എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ ഉള്ളതാണ്, ഈ പ്രദേശത്തുള്ള? അവരിവിടെ എവിടെയുള്ള ഇവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇവിടെ കുറച്ച് നാളെ കൊണ്ട് വാടകയ്ക്കാണ് ഇവിടെ താമസം. അവർ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു മോഷണ ശ്രമം എപ്പോഴെങ്കിലും ഇയാളെക്കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ്? അങ്ങനെ ഒരു മോഷണ ശ്രമം ഇതുവരെ നമുക്ക് അറിവില്ല. ഇതിപ്പോൾ അറിഞ്ഞപ്പോൾ നമ്മൾ തന്നെ ഇത് നെറ്റിപ്പോയി അവനാണെന്ന് ചെയ്തതെന്നുള്ളത് നമ്മൾ തന്നെ നെറ്റിപ്പോയി അവനാണെന്ന് ചെയ്തത്. ഗവൺമെന്റ് ജോലി റിട്ടയർ ആയ അതെ, മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലായിട്ടും ജോലി ചെയ്തുകൊണ്ട് നമ്മൾ റിട്ടയർമെൻറ്റ് എഴുതി വാങ്ങിച്ചതാണ്. മോളെ കല്യാണത്തിന് വേണ്ടി പൈസയ്ക്ക് വേണ്ടി എഴുതി വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ അത് ഒഴിഞ്ഞാണ് ഇരിക്കുന്നത്. എന്നാലും 10-30,000 അവന് പെൻഷൻ ഉണ്ട്. പിന്നെ ഒരു 10-16,000 രൂപയ്ക്ക് വീട് രണ്ടാം തല വാടക കൊടുത്തിട്ടുണ്ട്. പിന്നെ മോളും മരുമോനും വെളിയിലാണ്. പിന്നെ മോനും മരുമോളും കൂടെ ഉണ്ട്, ജോലിയുണ്ട്. അങ്ങനെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവനൊന്നുമല്ല, നല്ല എല്ലാം ഉള്ളത് തന്നെയാണ്. കഴിക്കാനും അതിനൊക്കെ ഉള്ളവൻ തന്നെയാണ്. പിന്നെ എന്ത് പറ്റിയെന്നുള്ള ആരെയും നമുക്കും അറിയില്ല. സാമ്പത്തികമായി യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ മധു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മോഷണം നടത്തിയതും അതുപോലെ തന്നെ ശ്രീനന്ദ, അത് തന്നെയാണ് നാട്ടുകാരെ ഞെട്ടിപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ഉള്ളൂരിൽ വൃദ്ധയുടെ വായിൽ തുണി തിരുകി മോഷണം നടത്തിയ സംഭവത്തിൽ പ്രതി പിടിയിലായിരിക്കുന്നു. ആക്കുളം സ്വദേശി മധുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. നാട്ടുകാർ നൽകുന്ന വിവരമനുസരിച്ച് ഇത്തരത്തിൽ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് മധുവിന് ഇല്ല എന്നതാണ് വ്യക്തമാകുന്നത്. ശ്രീനന്ദയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.